ആക്ച്വലി ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി കുറേ കാലമായിട്ട് എറിഞ്ഞു പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. റിയൽ ട്രൂത്ത് ബൈ കോകില ഫോർ എലിസബത്ത് ചേച്ചി. എലിസബത്ത് ചേച്ചി എന്തിനാണോ എലിസബത്ത് ചേച്ചി? കുറ്റം പറയാനാണ്. ഇതിനു മുമ്പ് അവളെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അവളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുമ്പത്തെ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ എന്തിനാണാവോ? ചിലപ്പോൾ സർക്കാസ്റ്റിക് ആയിരിക്കും, അറിയില്ല. എനിക്ക് മനസ്സിലായില്ല എന്തിനാ എലിസബത്ത് ചേച്ചി എന്നൊക്കെ ഇട്ടോണേന്ന്. എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ആക്ച്വലി പണ്ട് കുറച്ച് കാലം എന്നെ കൊണ്ട് പല കാര്യത്തിനെ പറ്റിയിട്ട്, അമൃതനെ പറ്റിയിട്ട്, പാപ്പുവിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഗോപി സുന്ദറിനെ പറ്റിയിട്ട്, പിന്നെ ഇയാളുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഇയാൾ നടത്തിയായിരുന്നു. ഇയാൾ നടത്തുകയാണോ ഇയാളുടെ ഫ്രണ്ട് നടത്തുകയാണോ, ഇയാൾ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. കലൂരിലായിരുന്നു, ഇപ്പോൾ സ്ഥലം മാറിയോന്നറിയില്ല. അപ്പോൾ ആ ഇതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളെ പറ്റിയിട്ടൊക്കെ ഇന്നെ കൊണ്ട് അവരെ ചീത്ത വിളിക്കുക, അവരെന്നെ പറ്റിച്ചു, നീ എന്തൊട്ട് ഭാര്യയാണ്, നീ അവരെ അങ്ങനെ പറഞ്ഞ് മീഡിയയിൽ വന്നിട്ട് പറ. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പിന്നെന്ന് അവസാനം ഒന്നും പറ്റാണ്ടാവുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആക്ടറിൻ്റെ ഇഷ്യൂവിൽ നീ പറ ഇനി എന്ത് ഭാര്യയാണ്. അതുപോലെ ഗൺ കേസിൽ ഇന്നേയും കൂടി മുകളിലത്തെ റൂമിൽ ചെകുത്താൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എത്തിച്ചേരുന്നു. അപ്പോഴും പറയണ ഒരു ഇത്, നീ എന്ത് ഭാര്യയാണ്, ഒപ്പം നിൽക്കാത്ത ഭാര്യ. സോ ഇത് എല്ലാ കള്ളത്തരങ്ങൾക്കും ഒപ്പം നിൽക്കണ ഭാര്യയാണ്. ഇനിയും അങ്ങനെ കുറേ ഇതിൽ ഒക്കെ ഒപ്പം നിന്ന് നീ അവിടെ വെറുതെ ഇരുന്നാൽ മതി. എൻ്റെ പല വീഡിയോകളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് എത്രമാത്രം ഇൻട്രസ്റ്റിലാണ് ഞാൻ ആ വീഡിയോയിൽ ഇരുന്നിരുന്നതെന്ന്. ഇത് പക്ഷേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് അന്ന് ചെകുത്താൻ്റെ ഇതിൽ നിനക്കും കൂടി ഒരു പണിയെടുക്കട്ടെ, നീ എങ്ങാനും എൻ്റെ എതിരെ തിരിഞ്ഞാൽ നിൻ്റെ പേരിലൊരു തോക്ക് കേസ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ തലയിൽ തന്ന പോലെ ഇത് നൈസായിട്ട് പുള്ളിക്കാരിക്ക് പണി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് എങ്ങാനും ഡീഫേമേഷൻ വരികയാണെങ്കിൽ അവൾക്ക് ഇരുന്നോട്ടെ. പക്ഷെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മാമ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ ഞാനാണ് പക്ഷേ ഇത് ചെയ്യണത്. പക്ഷെ ഇതെങ്ങനെ പുള്ളിയുടെ അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആവണത്? പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് പോസ്റ്റ് ആയോണ്. പിന്നെ ഇത് പുള്ളി പറയാണ്ട് വരും ചെയ്യില്ല. ഇത് എത്ര ആൾക്കാരാണ്, ഒരാൾ വന്നിട്ട് വേറെ വീഡിയോയിൽ ചേട്ടനോട് പോസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ചേട്ടനോട് സമ്മതം ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്തു. ഇവരും ചേട്ടൻ പോസ്റ്റ് ചെയ്യേണ്ട പോസ്റ്റിന് ഭയങ്കര നല്ല മനുഷ്യനാണേ. അങ്ങനെ അപ്പം ഇനി റിയൽ ട്രൂത്ത് പറഞ്ഞത്, എൻ്റെ കല്യാണം 2019 മെയ്യിൽ നടന്നതാണ്. 3 ആഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത്. പിന്നെ അതിൻ്റെ ഡിവേഴ്സ് കുറച്ച് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഡിവേഴ്സ് ഓക്കെ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെയാണ്. ഞങ്ങൾ M4 മാരിന്ന് ആണ് കണ്ടുമുട്ടിയത്. ഓക്കെ 3 ആഴ്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഒരു റിലേഷനിൽ. പിന്നെ ഡിവേഴ്സ് കുറച്ച് വൈകിയായിരുന്നു. ആക്ച്വലി ഇന്നെ ഡിവേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള തെളിവുകളൊക്കെ തരാം. പിന്നെ അതുപോലെ തന്നെ ഈ കുഴപ്പം പറയേണ്ടത്, ഇനി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കുഴപ്പം പറയേണ്ടത് ആ പുള്ളിയാണ്. ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ പബ്ലിക്കായിട്ട് തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും. അതിലെനിക്ക് ഒരു മടിയില്ല. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. 4 or 5 കഴിഞ്ഞിട്ട് ഒരു ചെയ്യണ ഒരാൾ മുമ്പ് ഒന്ന് കഴിഞ്ഞ് അതും അയാളോട് പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിലേക്ക് വരുന്നത്. ഈവൻ ആ ഡിവേഴ്സിന് പോലും ഒപ്പം നിന്നിരുന്ന ആൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും, നിൻ്റെ എല്ലാ പേരും ഞാൻ നാശാക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം. പിന്നെ എന്താ വേറൊരു രസം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു. ആ പ്രൊഫൈലിലാണ് ഞാൻ ട്രോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്നത്തെ ഡിവേഴ്സ് കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ട്രോളിലൊക്കെ ആക്റ്റീവ് ആവണത്. എൻ്റെ ട്രോളിൻ്റെ ഇതിൽ നമ്മുടെ റിലേഷൻ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ ഡിവേഴ്സി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. ആ പ്രൊഫൈലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇയാളിനെ പ്രപ്പോസ് ചെയ്യണേ. സോ അങ്ങനെയും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. പിന്നെ ഇയാൾ കല്യാണം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുക്കണ സമയത്ത്, ഇപ്പോൾ കല്യാണം എന്ന് പറയാൻ പറ്റില്ല, ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുക്കണ സമയത്ത് ഇയാൾ തന്നെയാണ് പറഞ്ഞത് ആരോടും മുമ്പത്തെ കല്യാണം കഴിഞ്ഞു എന്ന് പറയരുത്,
എനിക്ക് നാണക്കേടാന്ന് ഈ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞോണത്. അതായത് എനിക്ക് നാണക്കേടില്ല, പുള്ളിക്ക് നാണക്കേടാന്ന്. എനിക്ക് നാണക്കേടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് അന്ന് എനിക്ക് 5000 ഫ്രണ്ട്സും 16,000 ഫോളോവേഴ്സും ഉണ്ടായിരുന്നു എൻ്റെ ആ ഫേസ്ബുക്ക് പ്രൊഫൈല്. ആ പ്രൊഫൈല് പുള്ളിയുടെ ഒപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, ഇപ്പോൾ അതിനെ എന്ത് പേര് വിളിക്കണമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പുള്ളി തന്നെ ആ എൻ്റെ പ്രൊഫൈല് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ പ്രൊഫൈൽ ഇപ്പം ഇല്ല. അതിലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പ്രൊഫൈലിലാണ്. മാത്രമല്ല അന്നുണ്ടായിരുന്ന എൻ്റെ ഫോണ് പുള്ളി എറിഞ്ഞു പൊട്ടിച്ചു. ആ സിമ്മ് പുള്ളി നാശാക്കി. ആ നമ്പർ ഇപ്പോൾ വേറെ ആക്കാറില്ല. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഇങ്ങനെ പറഞ്ഞ് കുത്തിത്തിരിച്ച് എന്തെങ്കിലും വരിക, അത് മ്യൂച്വൽ ഡിവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഞാൻ ബാക്കി ആൻസറുകൾ പറയുന്നതായിരിക്കും. പിന്നെ അടുത്ത വരി പറഞ്ഞ സംഭവമാണ് 15 വർഷത്തെ എൻ്റെ മരുന്ന് കൂടി. എന്ത് മരുന്നാണ് ഞാൻ 15 വർഷമായിട്ട് കഴിക്കണേ? എനിക്കിപ്പോൾ 30 എന്ന് പറയാൻ പറ്റില്ല. സെപ്റ്റംബർ 8-ാം തീയതി എനിക്ക് 31 വയസ്സാവും. സോ ഏകദേശം നമ്മൾ 15 വയസ്സ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ 15 വയസ്സ് തൊട്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എന്ത് മരുന്നാണ് കഴിക്കണേന്ന് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണ്ടേ. എന്ത് മരുന്നാണ് കഴിക്കണം? 15 വർഷമായിട്ട് എന്ത് മരുന്നാണ് കഴിക്കണേന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരുവാണെങ്കിൽ നന്നായി. ഞാൻ 15 വർഷമായിട്ട് ഇപ്പോൾ കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, വേദനയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും, വയറിളക്കത്തിന് കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉള്ള മരുന്നുകൾക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പറയേണ്ടതാണ് എന്ത് മരുന്നാണ് കഴിച്ചതെന്ന്. അതായത് ബ്രോഡ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് 15 വർഷമായിട്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം വരില്ലേ 15 വർഷമായിട്ട്. ഞാൻ ഇപ്പോൾ അടുത്താണ് ഡിപ്രഷൻ്റെ മരുന്നുകൾ കഴിക്കണേ. 15 വർഷമായിട്ട് എന്ത് മരുന്നാണ് ഞാൻ കഴിച്ചതെന്ന്, അതായത് നമ്മൾ വീഡിയോയിൽ ഒരാളിനെ നിൻ്റെ എന്നിട്ടാണ് ഡ്രാമ മൊത്തം പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇട്ട വീഡിയോ ആണല്ലോ. അപ്പോൾ എന്ത് മരുന്നാണ് കഴിക്കണേന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, ഞാൻ കുറേ ചോദ്യങ്ങൾ പല വീഡിയോകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിനൊന്നും ആൻസർ ഇല്ല. പിന്നെ എൻ്റെ ക്യാരക്ടർ അസാസിനേഷനും എൻ്റെ മെൻ്റൽ പ്രോബ്ലമൊക്കെയാണ് ഇവിടെ അവരിക്കണേ. ഓക്കെ, എന്നാലും 15 വർഷമായിട്ട് ഞാൻ എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാകുന്നു. അത് നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് ഞാൻ, കാരണം കുറേ കാലമായിട്ട് പറയണു ഞാൻ ഇൻഫെർട്ടൈലാണ്, അതാണ് ഇതാണ്, ഒരു പെണ്ണിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്ന മോശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകൾ ഞാൻ ചോദിക്കുന്നു. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയത്? ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയതും 15 വർഷമായിട്ട് കഴിച്ചതും. 15 വർഷമായിട്ട് എന്നിട്ടാ പനിക്കൊക്കെ മരുന്ന് ഇടയ്ക്ക് കഴിക്കുന്നുണ്ടാവും, അതൊക്കെ നോർമലാണെന്നാണ് എൻ്റെ വിചാരം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 15 വയസ്സിലൊന്നും അസുഖമൊന്നും വന്നിട്ടില്ലേ എന്ന് എനിക്കറിയില്ല. അപ്പോൾ 15 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 8ാം ക്ലാസ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ 8ാം ക്ലാസ് തൊട്ട് പറയുകയാണെങ്കിൽ 8ാം ക്ലാസ് തൊട്ട് ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട്. 8ാം ക്ലാസ്സിൽ ഞാൻ സോണൽ ലെവലിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8th എൻ്റെ എക്സാം മാർക്സ് നോക്കുകയാണെങ്കിൽ ഒരു ആദ്യത്തെ 5 പേരുടെ റാങ്കിങ്ങിൽ ഞാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ 10 പേര് അതുപോലെ തന്നെയായിരുന്നു. 9ൽ ഞാൻ സ്റ്റേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഷട്ടിലിൽ. അതുപോലെ തന്നെ എൻ്റെ മാർക്കും അതുപോലെ തന്നെ ഒരു 5 പേരുടെ ഉള്ളിൽ എൻ്റെ മാർക്ക് വരും. അതുപോലെ തന്നെ 10th ഫുൾ A+ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 10th എനിക്ക് സ്റ്റേറ്റ് ലെവൽ സെക്കൻഡ് ഷട്ടിൽ ബാഡ്മിൻ്റനെ കിട്ടി. 11th അതുപോലെ തന്നെ എൻ്റെ മാർക്ക് 94% സംതിങ് ആയിരുന്നു. പിന്നെ ആ സമയത്തും ഞാൻ ഷട്ടിലിനെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷട്ടിലിനെ ഞാൻ സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പൊസിഷൻ കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കളിക്കും ഞാൻ പോകുന്നുണ്ട്. ആ കളിയിലും ഞാൻ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഞാൻ കേരളത്തിൻ്റെ ടീമിന് വേണ്ടി കളിച്ചിട്ട് സൗത്ത് സോണിൽ നിന്ന് ജയിച്ച് നോർത്ത് സോണിൽ നമ്മൾ 6ാമത്തെ അങ്ങോട്ട് പൊസിഷനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ +2 എനിക്ക് 94 നമുക്ക് +1ഉം +2ഉം മാർക്ക് കൂട്ടിയിട്ടാണല്ലോ നോക്കണേ. അപ്പോൾ 94% അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി ഇംഗ്ലീഷിൽ A ആയിരുന്നു. ബാക്കിയെല്ലാ സബ്ജക്റ്റിലും A+ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ ഇതിനെ പറ്റിയിട്ട് സ്കൂളിലോ കോളേജിലോ കംപ്ലൈൻറ്റുകൾ ഇല്ല. ഒരു തരത്തിലും കംപ്ലൈൻറ്റുകൾ ഉള്ളതായിട്ട് എൻ്റെ അറിവിൽ ഇപ്പം ഇല്ല. ഇനി വരുമോ എന്ന് എനിക്കറിയില്ല.
പക്ഷെ ഞാൻ നല്ല പഠിച്ച സ്കൂളുകളും കോളേജുകളും നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ഭയങ്കര കാശ് കൂടിയ സ്ഥലങ്ങളൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള സ്ഥലങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കള്ളക്കേസുകളും ഇതൊന്നും പിന്നെ ഇനി വരില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ചില ആൾക്കാർ 10ാം ക്ലാസ്സിലത്തെ എക്സാമും അതുപോലെ തന്നെ +1 +2 എക്സാമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് എക്സാം എഴുതി പാസ്സായി എന്നൊക്കെ ഭയങ്കര അഹങ്കാരത്തിൽ വിളിച്ചു പറഞ്ഞ ആൾക്കാരനെ എനിക്കറിയാം. അവർക്കൊന്നും ഈ പരീക്ഷ എഴുതി ജയിച്ചതിൻ്റെ വില മനസ്സിലാവില്ല എന്ന് നന്നായിട്ടറിയാം. എന്നോട് ഈ പറഞ്ഞ ആക്ടർ തന്നെയാണ് പറഞ്ഞോണെ, പുള്ളി എക്സാമിൻ്റെ സമയത്ത് പുള്ളിയുടെ ഫാദർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് പുള്ളിക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അവിടെ നിന്നാണ് പുള്ളി പറഞ്ഞത്, നമുക്കൊക്കെ കിട്ടാണ്ട് എങ്ങനെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് മര്യാദയ്ക്ക് പരീക്ഷ എഴുതി പാസ്സായതിൻ്റെ ഇത് മനസ്സിലാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ കോളേജിൽ നോക്കുകയാണെങ്കിലും എനിക്ക് ഒരു സപ്ലിയും വന്നിട്ടില്ല, എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും അവിടെ ഇല്ല. ഇനി കംപ്ലയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ല. പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോയിൽ വന്ന് പറഞ്ഞത്, ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ പറഞ്ഞതിൽ, അതും ഇവരുടെ വീഡിയോ വെച്ചിട്ട് തന്നെ പറഞ്ഞതിൽ ഇത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴും അതുപോലെ തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴും ഒക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെ ഭീഷണി രൂപത്തിൽ ഈ സെയിം സാധനങ്ങൾ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ കമൻറ്റുകളൊക്കെ ഞാൻ എടുത്തു വെച്ച് കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ അപ്പോൾ വേണമെങ്കിൽ പറയും, ഇയാൾക്ക് വേണ്ടിയിട്ട് ഈവൻ ഒരാൾ കുത്തിയാൽ പോലും ജയിലിൽ പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഫേക്ക് പ്രൊഫൈലിൽ നിന്നൊരു കമൻറ്റ് വന്നു വെച്ചിട്ട് ഇയാളുടെ പേരിൽ കേസ് എന്തായാലും എടുക്കാൻ പോകുന്നില്ല എന്ന് നന്നായിട്ടറിയാം. അപ്പോൾ ഫേക്ക് പ്രൊഫൈലത്തെ ഇത് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നതായിരുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ സെയിം ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്ന് വന്ന കമൻറ്റുകൾ തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇവരിത് കുറേ കാലമായിട്ട് പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സാധനം തന്നെയാണ്. അതുപോലെ തന്നെ അത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന്, ഇവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വന്നതിൽ ഇത്തിരി, അതായത് അവർ അറിഞ്ഞിട്ട് ചെയ്തതാണോ? അതെ, അറിഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം കൂടുതൽ സത്യങ്ങൾ വിളിച്ച് പറയാണ്ട് ഇത് പെണ്ണുങ്ങളും തന്നെ തമ്മിലുള്ള ഫൈറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഈ സാധനം കുറേ കാലമായിട്ട് ഇട്ട് പൊട്ടിക്കുന്നു പറഞ്ഞ സാധനമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കമൻറ്റുകളിലാണ് ഇനി പോണത്. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ഡിവിഷൻ ചാനൽ എന്നുള്ളൊരു കമൻറ്റാണ്. അതിൻ്റെ ബാക്കി കമൻറ്റുകൾ ഉണ്ട്, അത് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ കമൻറ്റ് വന്നപ്പോഴാണ് വീണ്ടും ഈ ചർച്ചകളൊക്കെ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കസ്തൂരിയൊക്കെ കളത്തിലിറങ്ങിയത്. ഞാൻ ഈ ഡിവിഷൻ്റെ എന്തോ ഇർഷാദ് എന്ന് പറഞ്ഞ ആളാണ്, അത് ഇവരായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അതെടുത്ത് ഫുള്ള് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഡിവിഷൻ ഡി സോൺ എന്ന് പറഞ്ഞ ചാനൽ. ഇതിൻ്റെ ആൾ ഇർഷാദാന്ന് പറയണു. ആൾക്കാർ കണ്ടുപിടിച്ചതാണ്. അവരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ കാണാം. Who is your husband? Tell the truth first. Your husband is a doctor, not an actor. Show your courage to speak up first. ഇതന്നെയാണ് ഇവരും ഇപ്പോഴും പറയണത്. കാരണം ഞാൻ ഓൾറെഡി ഡിവേഴ്സായെന്ന് ഇയാൾക്കറിയാം. ഇയാൾ തന്നെയാണ് എൻ്റെ ഡിവേഴ്സ് നടത്തി തന്നത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ചോദിക്കണം ആരാണ് എൻ്റെ ഹസ്ബൻഡ്, ഡോക്ടറല്ലേ എന്ന്. മാത്രമല്ല ഈ പറഞ്ഞ ആൾ, ഇപ്പോൾ നേരത്തെ വീഡിയോ ഇട്ട ആൾ എന്നോട് അവരുടെ കൂടെ പോയി താമസിക്കാൻ. അയാൾ വേറെ കല്യാണം കഴിച്ചിട്ട് വേറെ ജീവിതമായിട്ട് പോകണം. ഞാൻ ഇനി എന്തിനാ അയാളുടെ കൂടെ പോയി താമസിക്കണേ? ഡിവേഴ്സായ ആൾക്കാരൊക്കെ വീണ്ടും പോയിട്ട് അവരുടെ കൂടെ പോയി താമസിക്കുകയാണോ? അതോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ? ഞാനിപ്പോൾ വേറെ പോയിട്ട് ആളിനെ രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ രജിസ്റ്റർ ഒന്നുമല്ല ചെയ്തിട്ട് കല്യാണം കഴിച്ചാണോ? മര്യാദയ്ക്ക് കുടുംബപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ട് 1800 പേരിനെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനെ വിളിച്ച് ഒരു ചടങ്ങായിട്ട് നടത്തി, ഓഡിറ്റോറിയത്തിൽ നടത്തി. അതുപോലെ തന്നെ കല്യാണം അവർ ആൾക്കാരനെ വിളിച്ച് ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷനായിട്ട് നടത്തി. അത് ലീഗലി 2 ദിവസത്തിൽ അത് ലീഗലി മാരീഡ് ആക്കിയിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നോണേ. അല്ലാണ്ട് രജിസ്റ്റർ ഓഫീസിൽ ആരും അറിയാണ്ട് പോയിട്ട് ഒളിച്ചോടി പോയി കെട്ടിയതൊന്നല്ല. ഓക്കെ, നിങ്ങളുടെ പറച്ചിലിൽ പല ധ്വനികൾ ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് സംഭവം.
മാത്രമല്ല അതിൻ്റെ മ്യൂച്വൽ ഡിവേഴ്സ് കഴിഞ്ഞു, അതിൻ്റെ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ കുറേ പേപ്പർ എടുത്തിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇതുണ്ടായിരുന്നു, എൻ്റെ 15 വർഷത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് എനിക്കും കാണണം, 15 വർഷത്തിന് ഞാൻ എന്ത് മരുന്നാണ് കഴിച്ചതെന്ന്. ഓക്കെ, ഇതാണ് മുന്നത്തെ കമൻറ്റ്. അതും ഡിവിഷൻ മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് വന്നതാണ്. ഇത് ആക്ച്വലി ഞാൻ ഡോക്ടേഴ്സ് ഡേയുടെ സമയത്ത് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എല്ലാ ഡോക്ടേഴ്സിനും നന്ദി. അതുപോലെ തന്നെ അമൃതയിലത്തെ ഡോക്ടേഴ്സ്, ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് സഹായിച്ച എല്ലാ ഡോക്ടറിനെയും ഞാൻ ദൈവങ്ങളെ പോലെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും എൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ വന്ന കമൻറ്റാണ്. ആ സമയത്ത് തന്നെ പുള്ളിയും ക്രെഡിറ്റ് സ്റ്റീലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ക്രെഡിറ്റ് സ്റ്റീലറാന്ന് പറഞ്ഞ് ഇന്നെ ഉദ്ദേശിച്ച് ഒരു വീഡിയോ പുള്ളി ഇട്ടിട്ടുണ്ട്. ശരിക്കും പുള്ളീനെ സഹായിച്ചത് ആരൊക്കെയാന്ന് പറഞ്ഞിട്ട് ആ ഇതിലിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ. പക്ഷേ ഇത് ഒഴിയാബാധ പോലെ പിന്നാലെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണേ. അപ്പോൾ ഡിവിഷൻ മീഡിയയിലത്തെ കമൻറ്റ് ഞാൻ വായിക്കാൻ പോവാണ്. ഡോക്ടർ എലിസബത്ത്, നിങ്ങൾ അഭിനയം നിർത്തൂ. ബാലചേട്ടൻ എല്ലാ സത്യങ്ങളും മൂടി വെച്ചേക്കുകയാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ട് ഇതേ അമൃത ഹോസ്പിറ്റലിന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഇത് ഡോക്ടേഴ്സ് ഡേ. നിങ്ങൾ ഒരു ഡോക്ടർ കുടുംബത്തെ കൊക്കയിൽ ആക്കിയിട്ടുണ്ട്. ഒരു വയസ്സായ അച്ഛനും അമ്മയും ഒരു ഡോക്ടറുടെ എല്ലാ കഥയും ഞങ്ങൾക്കറിയാം. നിങ്ങൾ വായടച്ചിരിക്കണം. നിങ്ങൾ ആ ബാലചേട്ടനെ വെറുതെ വിടണം. അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നിങ്ങളിങ്ങനെ അഭിനയിക്കുന്നത്, എല്ലാ കഥകളും അറിഞ്ഞിട്ട് അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇത് അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡാനി നിങ്ങളുടെ ബ്രദറല്ലേ? അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ആ സമയമാകുമ്പോഴേക്കും എൻ്റെ ബ്രദറൊക്കെ അവൻ്റെ DM കഴിഞ്ഞിട്ട് പോയി. അതുവരെ ഉള്ള കണ്ടിന്യൂസ് ഭീഷണിയായിരുന്നു. അവനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അമൃത ആൾക്കാർക്ക് നല്ല ആൾക്കാരാണ്, അവർക്ക് ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എൻ്റെ ചേട്ടന് ഇതൊന്നുമില്ല. പക്ഷേ ഇയാളുടെ ഇതിനനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭീഷണികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ധ്വനി തന്നെയാണ്. പക്ഷേ ഈ മണ്ടന്മാർക്ക് ഓൾറെഡി എൻ്റെ ചേട്ടൻ അവിടെ കോഴ്സ് കഴിഞ്ഞിട്ട് പോയിന്ന് മനസ്സിലായിട്ടില്ലാണ്. അതുകൊണ്ടാണ് അന്ന് വീണ്ടും ആ ഭീഷണിയുടെ, എല്ലാതും ഭീഷണിയുടെ ധ്വനി. ഞാൻ കാരണം ഒരു ഡോക്ടർ കുടുംബം എന്നിട്ടാണ് കൊക്കയിലേക്ക് കൊണ്ടുപോയില്ലേ. അപ്പോൾ കൊക്കയിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണം എൻ്റെ ഡിവേഴ്സിനെ സഹായിച്ച ആൾ ഇയാളാണ്. അപ്പോൾ അതൊന്നും ആർക്കും അറിയില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ഭീഷണികൾ വരുന്നുണ്ട്. ഞാൻ ഒന്നൊന്നും മിണ്ടിയില്ല, കാരണം ഫേക്ക് ID എന്ന് വന്നതാണ്. അപ്പോൾ ഫേക്ക് ID എന്ന് വന്നിട്ട് അപ്പോൾ ഇയാളാണ് ഇതിന് കാര്യമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അന്ന് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ ശരിക്കും ഇവർ ഒറിജിനൽ ID എന്ന് പറഞ്ഞു, എന്നിട്ടും ആക്ഷനൊന്നും എടുക്കില്ല. നമ്മളതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡോക്ടേഴ്സ് ഡേ ഇതിൽ തന്നെ ഇയാൾ പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇന്നെന്തായാലും ഡോക്ടേഴ്സ് ഡേ അല്ലല്ലോ, അതുപോലെ തന്നെ ഇന്നലെയും ഡോക്ടേഴ്സ് ഡേ അല്ല. അപ്പോൾ എന്ന് വന്നു ആ കമൻറ്റ് വീഡിയോൻ്റെ ഇടയിലും അന്നത്തെ ദിവസത്തെ പുള്ളിയുടെ വീഡിയോ നോക്കുക. അപ്പോൾ ആ വീഡിയോ പുള്ളി ഡിലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ത്യയിൽ ആ വീഡിയോ ഉണ്ട്. ഓക്കെ, ഇത് ഹരീസ് PV എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നതാണ്. ഇതും ആ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് വന്ന സാധനമാണ്. ഇനി ഡോക്ടേഴ്സ് ഡേയിലാണോ ലാസ്റ്റ് വന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അടിയിലാണോ വന്നോണേന്ന് എനിക്ക് ആ ഡ്രസ്സിൻ്റെ കളർ നോക്കേണ്ടി വരും, ഏത് വീഡിയോയിലാണ് വന്നതെന്ന്. അപ്പോൾ ആ ലാസ്റ്റ് അതോടെ ഞാൻ NPD സീരീസ് അതിൽ പുള്ളി ഒരു ഭീഷണിയും വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ മിണ്ടാതിരിക്കണത് എന്താ പേടിച്ചിട്ടല്ല, എന്താ ഗ്രാറ്റിറ്റ്യൂഡ് കാരനാണ്. എന്ത് ഗ്രാറ്റിറ്റ്യൂഡുള്ളത് അതൊക്കെ മനസ്സിലാക്കണം. അറിയണമെന്നുണ്ട് എന്ത് ഗ്രാറ്റിറ്റ്യൂഡാണ് എന്നോടുള്ളത് എന്ന്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ. ബഹുമാനപ്പെട്ട ഹരീസ് PV എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട ചേച്ചി, ബാലച്ചേട്ടൻ ഒന്നും പറയാതെ ഇരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ഓ മൈ ഗോഡ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണോ ഇത്രയൊക്കെ ചെയ്യണേ? നിങ്ങളുടെ സ്വന്തം ബ്രദർ ഡോക്ടർ ഡാനി അമൃത ഹോസ്പിറ്റലിലല്ലേ വർക്ക് ചെയ്യുന്നത്? ഒരു പാവപ്പെട്ട കലൂരിലുള്ള ഒരു പാവപ്പെട്ട ഡോക്ടറുടെ കുടുംബം നശിച്ചു പോയത് ഓർമ്മയുണ്ടോ? ഒരാളുടെയും കുടുംബം നശിച്ചു പോയത് എനിക്ക് ഓർമ്മയില്ല. പുള്ളിയുടെ വീട് കലൂരാന്നൊക്കെ അറിയാം, പുള്ളിക്ക് റിയാദിൽ ബേസ് ഉണ്ടെന്നറിയാം, പുള്ളി വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിയാം. അല്ലാണ്ട് നശിച്ചു പോയതായിട്ട് എനിക്കറിയില്ല. ഒരു ഡിവോഴ്സ് നടന്നപ്പോഴേക്കും നശിച്ചു പോയോ? ഞങ്ങളാകെ താമസിച്ചിട്ടുണ്ടായിരുന്നത് 3 ആഴ്ചയാണ് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര പെട്ടെന്ന് നശിച്ചു പോയോ? വേറെ ഒരു ഡോക്ടർ കുടുംബവും നശിച്ചു പോയത് നിങ്ങളുടെ കുടുംബം കാരണം. അതെല്ലാം ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ തെളിയിക്കുക. എല്ലാ തെളിവുകളും പുറത്തു വരണോ? വരണം. എല്ലാ തെളിവുകളും പുറത്തു വരണം. നന്നായി ജീവിച്ചൂടെ നിങ്ങൾക്ക്? ഓ മൈ ഗോഡ്,
ഇത്ര ആൾക്കാരനെ പറ്റിച്ചിട്ടും ചതിച്ചിട്ടും തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടും എന്തൊക്കെ ക്രിമിനൽ കേസുണ്ടോ ആ സംഭവമൊക്കെ ഉള്ള ഒരാൾ ബാക്കിയുള്ളവരോട് നന്നായിട്ട് ജീവിച്ചൂടെ നിങ്ങൾക്ക്? അടിപൊളി. പക്ഷേ ഈ അക്കൗണ്ടുകളൊക്കെ ഒരു ഗുണ്ടാ സംഘത്തിൽ നിന്ന് വന്ന കമൻറ്റുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പറയാൻ കാരണമുണ്ട്. ആ സമയത്ത് ഒരു ഗുണ്ടാ സെറ്റ് ഇയാളുടെ ഒപ്പം ഇപ്പോഴും ഉണ്ടായിരുന്നു. മാത്രമല്ല അതിൽ 2-3 ആൾക്കാരുടെ മുഖം പോലെ ഇതിൽ എനിക്ക് തോന്നുന്നു. കാരണം ഇനി അതും ഫേക്ക് പ്രൊഫൈലാണോ എന്ന് എനിക്കറിയില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ അന്ന് പോണേണ്ടും കുറച്ച് ദിവസം ഞാൻ അവിടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണേണ്ടും കുറച്ച് ദിവസങ്ങൾ മുമ്പ് 2 ചെക്കന്മാരനെ ഇയാൾ അടിച്ചിട്ടൊരു കേസുണ്ട്. അതിലൊരു ചെക്കൻ പോയിട്ട് റിനൈ മെഡിസിറ്റിയിൽ പോയിട്ട് അഡ്മിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഈ ഗുണ്ടാ സെൻറ്റുകളൊക്കെ വന്നിട്ട് ഇന്നെ കൊണ്ട് ഒരു കള്ളപ്പരാതിയിൽ ഒപ്പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കാരണം അവരിന്നെ ഉപദ്രവിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ളപ്പരാതിയിൽ ഒപ്പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവസാനം ഞാൻ ഒപ്പിടുന്നില്ല, പുള്ളി അപ്പോൾ ഞാൻ ഒപ്പിട്ടോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. അതിൽ എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്, ഇൻ്റെ ഒപ്പാണോ കൊടുത്തോണേന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് മൊത്തം കള്ളപ്പരാതിയായിരുന്നു. അത് പാലാരിവട്ടം സ്റ്റേഷനിൽ ഈ ഗുണ്ട തന്നെ പോയിട്ടാണ് കൊടുക്കണത്. അവരത് നല്ല ഇതിൽ എടുത്തു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ചെക്കനെ അടിക്കണമെന്ന് ഞാൻ കണ്ടതാണ്. അവരൊക്കെ ഇനി ജീവനെ ഭയന്നിട്ട് വരുമോയെന്നൊന്നും എനിക്കറിയില്ല. ആ ചെക്കന്മാർ ആരാന്നും എനിക്കറിയില്ല. പക്ഷേ 2 ചെക്കന്മാരനെ അവിടെ ഹെൽമെറ്റ് തെറ്റിയെടുത്തു, അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാരുടെ ഹെൽമെറ്റ് തെറ്റിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ അടിയൊക്കെ നടക്കുന്നത്. ഇങ്ങേരനെ കാണാൻ വേണ്ടിയിട്ടാണ്, ഇയാളാണ് വീട്ടിലേക്ക് വിളിച്ച് വരുത്തുന്നത് അവരെ. പക്ഷെ പോണ വഴിക്ക് ഇയാൾ ക്യാപ്പ് മാറിയിട്ട് ഹെൽമെറ്റ് തെറ്റിയെടുത്തു. അപ്പോൾ മോഷ്ടിച്ചു, ഇന്നെ കാണാൻ വന്നിട്ട് എൻ്റെ പേര് നാശാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ച് അവരെ വിളിച്ച് തല്ലണ പരിപാടിയൊക്കെ ഉണ്ടായി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണ്ടാ കേസും കൂടി ഉണ്ട്. അപ്പോൾ അതിലൊരു കള്ളപ്പരാതി പോയിട്ടുണ്ട്. അതിലെന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സൈൻ ചെയ്തില്ല. ഇനി അതിൽ എൻ്റെ സൈൻ എടുക്കണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ സൈൻ എനിക്ക് കണ്ടാൽ നന്നായിട്ടറിയാം. ഓക്കെ. Cheater Elizabeth family, because of you a whole doctor family destroyed. We have all evidences. Kalur, come to Kalur, talk about the real truth, Dr. Elizabeth. എല്ലാ പ്രൂഫും ഉണ്ടെങ്കിൽ പോയി, ഇതന്നെയല്ലേ നിങ്ങൾ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വിളിച്ച് പറഞ്ഞത്? ഒറ്റ വേർഡ് കൊണ്ട് ഇതിൻ്റെ എല്ലാ ഡ്രാമകളും അവസാനിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ കുറേ കാലമായിട്ട്, ഇതൊന്നും ഇപ്പോൾ വന്ന കമൻറ്റുകളല്ല. ഈ കമൻറ്റുകളൊക്കെ അന്ന് ഡോക്ടേഴ്സ് ഡേയും ഇതിൻ്റെ ലാസ്റ്റ് NPD സീരീസിൻ്റെ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇടൽ നിർത്തണത് ഇതുപോലത്തെ ഭീഷണികൾ വന്നിട്ടാണ്. ഇത് ഈ കമൻറ്റ് സെക്ഷൻ മാത്രമല്ല, ഇൻഡയറക്റ്റ്ലി പുള്ളിയുടെ FB പേജിലൂടെയും ഭീഷണി നടത്തുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാവും, അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിലും ഇത് പുള്ളി പലരുടെയും ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് മിണ്ടാതിരിക്കണത് എന്തുട്ടാണ് പേടിച്ചിട്ടല്ല, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗൊക്കെ ഉണ്ട്. വീണ്ടും അവരുടെ സെയിം ഹരീസ് PV 2963 എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും കമൻറ്റ്. ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ്ലി എനിക്ക് ഭീഷണി വരുന്നുണ്ട്. ഇവർ ഏത് ഫാമിലിയാണ് ഞാൻ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊള്ളാമായിരുന്നു. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ല, അപ്പോൾ ബാക്കിയും കൂടി പറയട്ടെ. എല്ലാ സത്യങ്ങളും ചെന്നൈ കമ്മീഷണർ പോലീസ് ഓഫീസിലുണ്ട്. ഇതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഞാനിത് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും അതുപോലെ തന്നെ ഇന്നെ വേറെ ആളുടെ മുന്നിൽ വെച്ചിട്ട്, അതായത് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന സെർവൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്നോട് പല വൃത്തികേടുകളും ചെയ്യിപ്പിച്ചിട്ട് അന്ന് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ 3 ദിവസം കണ്ടിന്യൂസ്ലി സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചു. ആരും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. 3ാമത്തെ ദിവസം ഇയാൾ കമ്മീഷണറാന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് കമ്മീഷണറാണോ എന്താണോ എന്നറിയില്ല, അയാളുടെ ഫോൺ നമ്പറും എല്ലാ ഇതും എൻ്റെ പാരൻസിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മുനീർ എന്ന് പറഞ്ഞ പോലീസുകാരനും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെന്നൈയിലത്തെ പോലീസ് ഓഫീസറുടെയും പേര് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയണമായിരിക്കും. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വിളിച്ചത് മുനീർ എന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെയാണ്. ആ മുനീർ എന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെയാണ് ഞങ്ങളുടെ കല്യാണത്തിന്, എവിടെ ദാസ് കോണ്ടിനെൻ്റിൽ നടന്ന കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നതും അയാൾ തന്നെയാണ്. അയാൾ ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുള്ള ആളാണ് ഇയാൾ വിളിച്ചിട്ട്. ഇതൊക്കെ ഭീഷണിയുടെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് ഈ 2 പോലീസുകാരും പറഞ്ഞത് നിങ്ങളുടെ മോളിനെ വേഗം കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അയാൾ അന്ന് അവിടെ ചെന്നൈയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത്
നീ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ വെട്ടിയിട്ട് ഇതാക്കും, നീ ചെന്നൈയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തതിനെ നിനക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ നോക്കണോ എന്ന് വെച്ചിട്ട് പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ രാജ്യമാണ് ചെന്നൈയിൽ നിന്നും, ചെന്നൈ രാജ്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, പക്ഷെ പുള്ളി എൻ്റെ രാജ്യമാണ് ചെന്നൈ, ഇവിടെ വന്നിട്ട് നിനക്കൊരു കേസ് കൊടുക്കാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടായ എന്നൊക്കെ ചോദിച്ചൊരു ഭീഷണിയുണ്ട്. പക്ഷെ എനിക്കറിയില്ല, എനിക്കന്ന് ധൈര്യം ഉണ്ടായി, പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അത്ര ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് എന്നെ വേഗം വിളിച്ചിട്ട് കൊണ്ടുവന്നു. പിന്നെ ഇത്രയൊക്കെ പ്രശ്നമുള്ള ഒരാൾ, അപ്പോൾ അതാണ് ചെന്നൈ കമ്മീഷണർ പോലീസ് ഓഫീസിൽ. അതും ഈ പോലീസ് ഓഫീസർ കല്യാണം കഴിഞ്ഞിട്ട് നോർമലി ഈ ഡൗറി ഡെത്തും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവണ ഒരു കേസിൽ ഒരു പെണ്ണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ മിനിമം ആ പെണ്ണിനോട് ചോദിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു എന്ന്. അവരെല്ലാവരും പറഞ്ഞത് അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു, വീട്ടിൽ കൊണ്ടുപോയിക്കും, പുള്ളി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്ന്. ഈ രണ്ട് ഇവരൊക്കെ പോലീസുകാരാന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവിടെ നിൽക്കേണ്ട ആവശ്യം? അപ്പോൾ പ്രൊട്ടക്ഷൻ തരില്ല അവർ വേണ്ടത്? അല്ല, ഇവരെന്നെ പറഞ്ഞ കാര്യം പറഞ്ഞാൽ എല്ലാ സത്യങ്ങളും ചെന്നൈ കമ്മീഷണർ പോലീസ് ഓഫീസിലുണ്ട്. അപ്പോൾ ആ കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ആ സംഭവത്തിൻ്റെ ഇവർ വിളിച്ച ഫോൺ ഇതൊക്കെ നമ്മുടെ കയ്യിലിട്ട് ഉണ്ട്. അപ്പോൾ പോലീസുകാരുടെ പേര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാതും വെളിപ്പെടുത്തുകയാണല്ലോ, ആർക്കും ഒരു റിയാക്ഷനും ഇല്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും പേരുകൾ ഇനി അടുത്തടുത്ത വീഡിയോകളിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും. കൂടുതൽ സത്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നതായിരിക്കും. ആക്ച്വലി ഇന്നെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോകളിട്ട് പെണ്ണുങ്ങളും തല്ലുണ്ടാക്കട്ടെ എന്നുള്ള രീതിയിൽ മാറ്റണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഡൈവേർട്ട് ചെയ്യണം. കാരണം പുള്ളിയുടെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുപോലത്തെ മാനിപ്പുലേഷൻ ഉള്ള ആളാണ്. ഇതൊക്കെ എനിക്ക് ഇപ്പോൾ വന്ന ഭീഷണികളല്ല, ഇത് ആ ഡോക്ടേഴ്സ് ഡേയുടെ സമയത്ത് വന്ന ഭീഷണികളാണ്. ഓൾമോസ്റ്റ് 6 മാസമോ 7 മാസമായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് വന്ന ഡിവിഷൻ്റെ സാധനം ഇപ്പം അടുത്ത് വന്ന ഇപ്പോൾ 3 ആഴ്ച ഉണ്ടാവും ആ ഒരു ഇത്. അത് ഓൾറെഡി യൂട്യൂബിൽ നോക്കിയാൽ കുറേ ആൾക്കാർ വിവി ഹിയർ എന്ന് പറഞ്ഞ ചാനലിൽ, അതുപോലെ തന്നെ കുറേ ചാനലുകളിൽ ആ കമൻറ്റിനെ പറ്റിയിട്ടും ആ കമൻ്റ് ഇട്ട ആളാരാണെന്നും അതുപോലെ ആ ആളും ഈ ആക്ടറും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോഴും ഡൗട്ടുള്ളത്, ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ ഈ പോലീസുകാർ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കാണ്ടിരുന്നത്? എന്താണ് ഇന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ്ടിരുന്നത്? അതൊക്കെ എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. എല്ലാവരും ഇങ്ങനെ കേസ് പിന്നെ ഇത്രയൊക്കെ ഓക്കെ, എനിക്ക് ഇത്ര പ്രശ്നമുണ്ടെന്ന് ഇവരെന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ചാവാൻ കിടക്കുന്ന സമയത്ത് പുലർച്ചെ 3 മണിക്ക് ഇന്നെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കണത്? ഇത്ര ഭയങ്കര വൃത്തികെട്ട സാധനമാണ്. എനിക്ക് ഇത്ര പ്രശ്നമുണ്ട്. ഓൾറെഡി ഇങ്ങനെ കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ബ്രദറിനെ തോൽപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ട് അതൊക്കെ തടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പല കേസുകളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ ചാവാൻ കിടക്കുന്ന സമയത്തല്ലേ നമ്മൾ ഏറ്റവും പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. അതായത് ഒരു തരത്തിലും മാനസികമായിട്ട് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇയാൾ എന്തിനാണ് ആ പുലർച്ചെ 3 മണിക്ക് ഇന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് വരാൻ പറയണത്? നീ വന്നില്ലെങ്കിൽ ഞാൻ പ്രൊസീജിയർ ചെയ്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവിടെ ഇരിക്കണതും. അതുപോലെ തന്നെ ഇയാളുടെ സർജറി കഴിഞ്ഞ് 3-ാമത്തെ ദിവസത്തിൽ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ കൂടെയുള്ള ആക്ടർ അത് ആ ആളുടെ കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. ഞാൻ വിചാരിച്ചു കൂടെ ഒന്ന് ഉപദേശം തരികയെന്ന്. പക്ഷെ കൂടെ ഒന്ന് പറ്റിക്കുകയായിരുന്നു എന്ന് പുതിയ കല്യാണത്തിൻ്റെ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായി. അവൻ കള്ളുകൂടി തുടങ്ങിയില്ലേ, എനിക്ക് വെറുത്തു എലിസബത്ത്. നമ്മൾ 5 പേരൊക്കെ എത്ര കഷ്ടപ്പെട്ട് ഇരുന്നിട്ടാണ് അവൻ്റെ ഉറങ്ങാണ്ടിരുന്നിട്ടും അവൻ്റെ ഇതും അതും ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ശരിയാക്കിയത്. അവസാനം ഡിസ്ചാർജായി 3 ആഴ്ചയുടെ കള്ളുകൂടി തുടങ്ങി. ഇനി ഞാൻ അവനെ കാണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുതിയ കല്യാണത്തിൻ്റെ സമയത്തും പിന്നെ ബാക്കി എല്ലാ കാര്യത്തിനെയാണ് കാണുന്നത്. ഇതൊക്കെ മെസ്സേജ് അയച്ചതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്, വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ നമ്മളതിനെ മൊത്തത്തിൽ എല്ലാവരും കൂടിയിട്ട് ചതിക്കുകയായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ചതിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും അതിൻ്റെ എപ്പിസോഡ് പറയുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നു, ആരും ഇതിനെ പറ്റിയിട്ട് നിയമപരമായ ഇതിൽ പോലീസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പല തരത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്.
ഓൺലൈൻ ത്രെട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, ഇതിൽ തോക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, ഓൾറെഡി നടക്കുന്ന കേസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, മോൺസൺ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ മാത്രം കേസ് കൊടുത്താലേ ഇതൊക്കെ അനങ്ങൂന്ന് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ വേറെ ഒരു തോക്ക് കേസിലെ പ്രതിക്ക് സാക്ഷിയോ പ്രതിയോ ആവാൻ തയ്യാറാ എന്ന് പറഞ്ഞിട്ട് അടക്കം പറഞ്ഞിട്ട് എന്താ ആൾക്കാർ കേസെടുക്കാത്തത്? അത് ഓൾറെഡി നടക്കണ കേസല്ലേ. ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ മുന്നേ വന്ന ഭീഷണികളാണ്. ഓക്കെ, അപ്പോൾ ബൈ.